ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമിക ഒരുപാട് കള്ളത്തരങ്ങൾ അനന്തപുരിയിൽ എത്തിയപ്പോൾ മുതൽ കാണിച്ചു കൂട്ടുന്നുണ്ട്. പലർക്കും പല സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും തെളിവുകളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദേവയാനി കുറേ തെളിവുകളൊക്കെ കണ്ടെത്തുന്നുമുണ്ട്. അത് പോരാഞ്ഞിട്ട് നന്ദു ആണെങ്കിലും അനാമികയ്ക്കും രേവതിക്കും വേണുവിനും ഒക്കെ എതിരായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുന്നുമുണ്ട്. അങ്ങനെ അനന്തപുരിയിൽ നടന്ന പല കള്ളത്തരങ്ങൾക്കും കാരണം അനാമികയും കുടുംബമാണെന്നുള്ളത് എല്ലാവരും അറിയുകയാണ്. അതുപോലെ തന്നെ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് ദേവയാനിയെ കൊല്ലാൻ നോക്കിയതും അനാമികയാണെന്നുള്ള വിവരം അറിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കള്ളത്തരങ്ങളൊക്കെ ചെയ്തു കൂട്ടുകയും വീണ്ടും പണം തട്ടിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് അനാമികയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും മുത്തശ്ശനാണെങ്കിലും അനാമിക അവിടുന്ന് അടിച്ചിറക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും നീ അനന്തപുരിയിൽ നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ മുത്തശ്ശൻ തീർത്ത് പറയുകയാണ്. അതും എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ പറയുകയാണ് കേട്ടോ. ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനന്തപുരിയിലെ പല പല കള്ളത്തരങ്ങളും ചെയ്ത് കൂട്ടിയിരിക്കുകയാണ് അനാമിക. അതിൻ്റെ ഇടയിൽ ദേവയാനിക്കാണെങ്കിൽ നല്ല സംശയമുണ്ട് അനാമികയെ. ദേവയാനിയാണെങ്കിലും ആ സ്ഥലമൊക്കെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. സ്ഥലമൊക്കെ കൊണ്ട് കാണിച്ചു കഴിയുമ്പോഴേക്കും ദേവയാനിക്ക് വ്യക്തമാവുകയാണ് അനാമികയുടെയും വേണുവിൻ്റെയും ഒന്നും അല്ല ആ സ്ഥലം എന്നുള്ള കാര്യം. മറ്റാരുടെയോ സ്ഥലം കാണിച്ച് കള്ളത്തരമാണ് ഇവർ പറയുന്നതെന്നൊക്കെയുള്ളത് മനസ്സിലാക്കുകയാണ് ദേവയാനി. അത് നയനയോട് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ സ്വർണം കളവ് പോയ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അനാമികയോട്. ദേവയാനി ചോദിക്കുന്നുണ്ട് അനാമികയോട്, മോളെ അനാമികയെ എങ്ങനെയാണ് മോളെ ആ സ്വർണം നഷ്ടമായതെന്നൊക്കെ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, കളവൊന്നും പോയിട്ടില്ല വല്യമ്മേ, അതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അന്നാ ഒരു മാല അത് ഞാൻ അച്ഛൻ ഒരു അത്യാവശ്യത്തിന് വേണ്ടി കൊടുത്തതാണ്. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാനും അറിഞ്ഞില്ല. വല്യമ്മ സന്തോഷത്തോടു കൂടി സമ്മാനമായിട്ട് എനിക്ക് തന്ന മാലയല്ലേ അത്. അതുകൊണ്ട് എനിക്ക് അത് കൊടുത്തതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. അത് ഇത്ര വലിയ തെറ്റായി പോകുന്നൊന്നും ഞാൻ വിചാരിച്ചതേ ഇല്ല വല്യമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, അയ്യോ മോളെ, അത് വലിയൊരു തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അന്ന് ആ മാല അവർക്ക് കൊടുത്തപ്പോൾ തന്നെ മോളാ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. മോക്ക് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഞാൻ ആ മാല എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്താന്നുള്ള കാര്യം. പക്ഷേ അതിന് പകരം നയനെ കുറ്റപ്പെടുത്തുകയല്ലായിരുന്നു മോൾ ചെയ്തത്. നയനെ അതെടുത്ത് ഗോവിന്ദൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു എന്നും പറഞ്ഞ് ഇവിടെ എന്തൊക്കെ പുകലുകളാണ് ഉണ്ടായത്. ഞാനും നയനെ ആ സമയത്ത് ഒരുപാട് കുറ്റപ്പെടുത്തി. എല്ലാവരും അത് പറയുകയും ചെയ്തു. എന്തിനാ മോളെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഓ ഇപ്പോൾ വല്യമ്മയ്ക്കാണെങ്കിൽ അവൾ മതിയല്ലോ. അന്ന് നയനെ കുറ്റപ്പെടുത്തിയാലേ ഇന്ന് വല്യമ്മയ്ക്ക് കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ടല്ലേ. ഇത്രയും നാളും അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ വല്യമ്മ. അന്ന് നയനെ കുറ്റപ്പെടുത്താനും അവൾ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തെന്നൊക്കെ ഉള്ളത് ഉറപ്പിച്ച് പറയാനും ഒക്കെ വല്യമ്മയ്ക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു. എന്നിട്ട് ഇപ്പം എന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ കരൾ തന്നത് അവളാണെന്ന് അറിഞ്ഞപ്പോൾ വല്യമ്മയ്ക്ക് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടായല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഏയ് അതുകൊണ്ടൊന്നും അല്ല മോളെ, സംശയമുള്ളത് കൊണ്ടൊന്നും അല്ല മോളെ ഞാൻ അങ്ങനെ ചോദിച്ചത്. മോൾക്ക് ആ സ്വർണ്ണമൊക്കെ എടുത്ത് ചിലവാക്കാമല്ലോ. പിന്നെ അന്ന് അങ്ങനെ ഒരു സംശയം വന്നപ്പം അത് ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോഴും ബാക്കി സ്വർണ്ണം മുഴുവൻ മോളുടെ കയ്യിലില്ലേ. അതുകൊണ്ടാണ് വല്യമ്മ പറഞ്ഞത് ആ സ്വർണ്ണമൊക്കെ മോളിങ്ങ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഫാഷനിലുള്ള സ്വർണ്ണമൊക്കെ മേടിക്കാം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഏയ് വല്യമ്മയോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പഴയ ഡിസൈനുകൾ തന്നെ ഇഷ്ടം. ഇനിയിപ്പം ഞാനത് ഇട്ടുകൊണ്ട് നടക്കുന്നൊന്നും ഇല്ലല്ലോ വല്യമ്മേ. അതിങ്ങനെ ലോക്കറിൽ തന്നെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് മാറി പുതിയതൊന്നും ആക്കാൻ നിൽക്കണ്ടെന്നൊക്കെ നമ്മുടെ അനാമിക പറയുകയാണ്. ദേവയാനി പറയുന്നുണ്ട്, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലോക്കറിൽ അത് വെക്കേണ്ട. ഇവിടെ ഇപ്പം ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സ്ഥിതിക്ക് നമുക്കത് ജ്വല്ലറിയിലെ ലോക്കറിൽ തന്നെ വയ്ക്കാം. അതാകുമ്പോൾ അവിടെ സേഫായിട്ട് അത് അവിടെ ഇരുന്നോളും, ഒരു പ്രശ്നം ഉണ്ടാവില്ല മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട വല്യമ്മേ, ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇതിപ്പോൾ എൻ്റെ മുറിയിൽ നിന്ന് ആരെടുത്തോണ്ട് പോകാനാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് അനാമിക. അപ്പോഴും ദേവയാനി വീണ്ടും ചിന്തിക്കുന്നുണ്ട്, എടി കള്ളി, നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ ഇനി പുറത്തെടുക്കും. നീ ആ സ്വർണവും കൊണ്ടുപോയി നിന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് വിറ്റ് കാശാക്കി പുട്ടടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പം എൻ്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ അഭിനയിക്കുന്നത്. നിന്റെ ഓരോരോ കള്ളത്തരങ്ങളും ഞാൻ പുറത്ത് കൊണ്ടുവരും അനാമികയെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതേസമയത്ത് അനിയാണെങ്കിൽ അവിടെ വന്നു കഴിയുമ്പോഴേക്കും അനാമികയായിട്ട് നല്ലൊരു വഴക്കുണ്ടാകുന്നുണ്ട്. നീ ആ നന്ദുവിൻ്റെ പുറകെ നടന്ന് കുടിച്ച് കൂത്താടി ഇന്നലെ ആ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നിരുന്ന് എന്തൊരു നാണക്കേടാ അനി നീ കാരണം ഉണ്ടായതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം എന്തായാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്തിനാണ് ഇങ്ങനെ നാണം കെട്ടി ഈ അനന്തപുരയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, അനി ചെയ്ത കാര്യം ഒട്ടും ശരിയായില്ല. നന്ദുവിൻ്റെ പുറകെ നടക്കുന്ന കാര്യം ശരിയായ കാര്യമൊന്നുമല്ല. നിന്റെ ഭാര്യ അനാമികയാണ്. അത് മാത്രമല്ല നന്ദു ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലിരിക്കുന്ന കുട്ടിയാണ്. അവളെ ആ ജോലി ചെയ്യാൻ അനുവദിക്കാതെ അവിടെ ചെന്ന് ശല്യം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒട്ടും ശരിയായ കാര്യമല്ലെന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ അനി പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്ക് എൻ്റെതായ ശരികളൊക്കെ ഉണ്ട്. ഇത്രയും നാളും മറ്റുള്ളവർ പറയുന്നത് കേട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എൻ്റെ ജീവിതത്തിലും ഉണ്ട്. ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിനും എൻ്റെ സന്തോഷത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അനാമികയാണെങ്കിലും അനിയെ താറടിക്കാൻ കിട്ടിയ അവസരമല്ലേ അത് മുതലാക്കാനായിട്ട് അനിയെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും മൊത്തത്തിൽ അനിയെ അങ്ങോട്ട് താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുമ്പോഴേക്കും മുത്തശ്ശനാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്, അനാമിക മോൾക്ക് വിഷമമുണ്ടെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെയൊന്നും ഇവിടെ നിന്ന് സംസാരിക്കരുത്. ഇതൊക്കെ വളരെ മോശം കാര്യം തന്നെയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ശരിയാ മോളെ, അനാമിക മോൾ അന്ന് ആ മാല എടുത്തിട്ട് അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് തെറ്റായി പോയെന്ന് അച്ഛന് തന്നെ തോന്നുന്നില്ലേ? എന്നിട്ട് നമ്മളെല്ലാവരും നയനെ ഒരുപാട് കുറ്റപ്പെടുത്തി. പാവം ഗോവിന്ദൻ അത് എടുത്തുകൊണ്ട് പോയി സ്വർണ്ണമാക്കി മക്കൾക്ക് കൊണ്ടുവന്ന് തന്നെ കൊടുത്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കി. അനാമിക മോൾ അന്ന് സത്യം പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അപമാനം അവർക്ക് സഹിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, ശരിയാ, അനാമിക മോൾ സത്യം പറഞ്ഞില്ല, അത് തെറ്റ് തന്നെയാണ്. എന്തായാലും അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും ഇവിടെ കാണിക്കണ്ട. അതൊന്നും ഈ കുടുംബത്തിന് ചേരുന്ന പരിപാടിയല്ലെന്നും പറയുകയാണ്. ദേവയാനി പറയുന്നുണ്ട്, അതുപോലെ ആ പ്രോപ്പർട്ടിയുടെ കാര്യമുണ്ടല്ലോ അച്ഛാ, അത് ഞാൻ അന്വേഷിച്ചു. എനിക്കും അനാമികയ്ക്കും കൂടിയാണ് അവരത് മേടിക്കുന്നതെങ്കിൽ അവിടെ ഒരു വീട് വെച്ച് കൊടുത്തുകൂടെ നമുക്ക്? എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു വീട് പണി തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ ദേവാനി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ എന്നെ ട്രാപ്പിലാക്കാനുള്ള പരിപാടിയാണോ ഇങ്ങനെ, ഇവരെല്ലാവരും കൂടെ എന്നെ ട്രാപ്പിലാക്കാനാണോ ശ്രമിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ അനാമിക ചിന്തിച്ച് പോവുകയാണ്. അനാമിക എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, എല്ലാവർക്കും എന്നെ ഇവിടെ സംശയമാണ്. എനിക്കാണെങ്കിൽ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. പിന്നെയല്ലേ മറ്റുള്ളവർ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഈ വീട്ടിൽ എന്നെ സ്നേഹിക്കാനോ എൻ്റെ കാര്യങ്ങൾ കേൾക്കാനോ ആരുമില്ല. എല്ലാവരും ഒരു ശത്രുവിനെ പോലെ എന്നെ കാണുന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ഈ അനന്തപുരിൽ ഇനി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ ചെന്ന് നിന്നാൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പൊന്നുപോലെ നോക്കും. അവർ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുമുണ്ട് ഇവിടെ വന്ന് നിന്നോളാൻ. പിന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും അനിയാണെങ്കിലും പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല നീ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നെന്നുള്ളത് എനിക്കറിയാം. നിനക്ക് അനന്തപുരിയിലെ സ്വത്ത് കിട്ടണം, അതിനുവേണ്ടി മാത്രമല്ലേ നീ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനാമികയെ, നിന്റെ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും എനിക്കറിയാം. ഞാൻ നിന്നെ പല പ്രാവശ്യം പുറത്തു വെച്ച് പലരുടെ കൂടെ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഞാൻ ആദർശേട്ടനെ വല്യമ്മയൊക്കെ കാണിച്ചിട്ടുമുണ്ട്. അവരെല്ലാം പറയുന്നത് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നാ. ഞാൻ ഇതിൽ കൂടുതലൊക്കെ എന്താ മുത്തശ്ശി അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടത്? അപ്പം മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, അനാമിക മോളെ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ തെറ്റ് തന്നെയാണ്. നീ അനിയുടെ ഭാര്യയായിരിക്കുമ്പോൾ പുറത്ത് മറ്റുള്ളവരുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ നടപടിയല്ല. അത് നമ്മുടെ അനന്തപുരം തറവാടിന് തന്നെ മോശമാണ്. പുറത്തെ ആൾക്കാരൊക്കെ ഇത് കാണുമ്പോഴേക്കും അവരൊക്കെ എന്താ വിചാരിക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക ഉടനെ പറയുന്നുണ്ട്, ഓഹോ, എല്ലാവരും എന്നെ കൂട്ടം കൂടി നിന്ന് വിചാരണ ചെയ്യുകയല്ലേ? ഒരുത്തൻ പരസ്യമായിട്ട് ഇങ്ങനെ കുടിച്ച് ബോധമില്ലാതെ വിളിച്ചുകൊണ്ട് നടക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ തലയിലേക്ക് എല്ലാ കുറ്റവും വാരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഈ ഈ അനന്തപുരിയുടെ പടി ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ. അധികം വൈകാതെ തന്നെ അനാമികയുടെ വീട്ടിലേക്കും പോവുകയാണ്. അനാമിക ആ സമയത്ത് അവിടുന്ന് പോകുന്നതിൽ സങ്കടം ആകെപ്പാടെ നമ്മുടെ ആ ജാനകിക്ക് മാത്രമേ ഉള്ളൂ. ജാനകിയാണെങ്കിലും പറയുന്നുണ്ട്, അയ്യോ അനാമിക മോള് പോയല്ലോ. ദേ ഏട്ടത്തി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവൾ എൻ്റെ മരുമോള് തന്നെയാണ്. അവളെ ഇവിടെ ഇട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ കൂട്ടം കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, ദേ ഏട്ടത്തി ആണെങ്കിലും അവളെ കള്ളിയാണെന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് അവൾക്കത് ഒരുപാട് വിഷമമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ അവളുടെ വീട്ടിലോട്ട് പിണങ്ങി പോയത്. അനിയാണെങ്കിലും ചെയ്യുന്നത് ഒട്ടും ശരിയല്ല അച്ഛാ. അനാമിക മോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തായാലും എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് അനാമിക മോൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ധാരണയുണ്ട്. അനാമിക മോൾ ഇവിടെ അനാമിക മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ നന്ദു എന്ന് പറയുന്നവളെ ഇവിടെ വിളിച്ച് കയറ്റാന്ന്. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ ജാനകി തുറന്നു പറയുന്നുണ്ട്. എന്നിട്ട് ജാനകിയാണെങ്കിലും അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. എല്ലാത്തിനും കാരണം ഏട്ടത്തി ഒറ്റ ഒരാളാണെന്നൊക്കെ പറഞ്ഞ് ദേവയാനിയുടെ നേരെ 2 ചാട്ടം ചാടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട്, അങ്ങനെ നിനക്കൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയി അനാമികയെ വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതിൻ്റെ പേരിലൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകണ്ട. ഞാൻ എന്തായാലും അനാമികയുടെ വീട്ടിലോട്ട് പോയി അനാമികയെ വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി ആണെങ്കിലും അനാമികയെ വിളിക്കാനായിട്ട് അനാമികയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ടാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മോളെ, പ്രശ്നമാക്കല്ലേ, ഞാനത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഇനി ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ആവർത്തിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി മോൾ ഇങ്ങനെ പിണങ്ങി ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത് ശരിയായ കാര്യമല്ലല്ലോ. ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കുന്നത് ശരിയല്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനാമികയാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ ഇനി അനന്തപുരിയിലേക്കില്ല. ഇനി ആര് വന്ന് എൻ്റെ കാല് പിടിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരത്തില്ല. വല്യമ്മയ്ക്കാണെങ്കിലും ഒരു ധാരണയുണ്ട്. വല്യമ്മ എന്തെല്ലാം പറഞ്ഞാലും ഇവിടെ വന്നിട്ട് വല്യമ്മ എന്നെ വിളിക്കുമ്പോൾ ഞാൻ തിരിച്ചങ്ങ് വരുമെന്ന്. വല്യമ്മയല്ല, ഇനി ആര് വിളിച്ചാലും ഞാൻ അങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ നമ്മുടെ അനാമികയാണെങ്കിലും പറയുന്നുണ്ട്.
അമ്പിനും വില്ലിനും അടുക്കാതെ അനാമികയാണെങ്കിലും ആ ഒരു ഇതിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ദേവേനയാണെങ്കിലും കാല് പിടിക്കുന്നുണ്ട്, മോളെ എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല, മോൾ പിണങ്ങി വന്നത് ഞാൻ കാരണമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ ദേവയാനി പറയുമ്പോഴേക്കും വേണു രേവതിയും കൂടെ പിന്നെയും അനാമികയെ തള്ളി വിടുകയാണ്. വേണു പറയുന്നുണ്ട്, മോളെ നീ ചെല്ല്, നിന്റെ വല്യമ്മയല്ലേ നിന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അത് പിന്നെ ദേവയാനി, നിങ്ങളെല്ലാവരും മോളോട് പെരുമാറുന്ന രീതി വളരെ മോശമാണ്. അനിയാണെങ്കിൽ ഒരു ഭാര്യ എന്നൊരു സ്ഥാനം പോലും കൊടുക്കാതെ എൻ്റെ മോളെ എപ്പോഴും ഇങ്ങനെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് ശരിയായ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ വേണു ചോദിക്കുന്നുണ്ട്. രേവതി ആണെങ്കിലും പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് ഒരുപാട് അവിടെ വിഷമിച്ചാ കഴിയുന്നത്, അവളവിടെ തീ തിന്നു തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് ഓടി ഓടി വരുന്നത്. അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയാൽ ഇവളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം ഇവളെ കൊണ്ടുപോയാൽ മതി എന്നൊക്കെ ദേവയാനിയോട് പറയുകയാണ് രേവതി. അപ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ട്, ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല രേവതി, അനാമിക മോള് തിരിച്ചു വരണം, വന്നില്ലെങ്കിൽ അവിടെ മൊത്തം പ്രശ്നമാകും, ജാനയ്ക്കൊക്കെ ഒരുപാട് വിഷമാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ആണെങ്കിലും വിഷമാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ കയ്യും കാലും പിടിച്ച് അനാമികയെ പിന്നെയും അനന്തപുരിയിലോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ് ദേവയാനി. അധിക നാളുമൊന്നും അനന്തപുരിയിൽ നിലനിൽപ്പില്ല എന്നുള്ള കാര്യം ഇവർക്കറിയാം. എന്നാലും കിട്ടുന്ന സമയം പാഴാക്കാതെ എങ്ങനെയെങ്കിലും അനന്തപുരിയിലെ പണമൊക്കെ അടിച്ചു മാറ്റാന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അനാമികയാണെങ്കിലും അങ്ങോട്ട് പോകുന്നത്. വേണുവാണെങ്കിലും ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, മോളെ ഇനി അധിക നാളൊന്നും അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇനി കുറച്ച് നാളും കൂടിയേ നമുക്ക് മുമ്പിലുള്ളൂ. അതിൻ്റെ ഇടയിൽ തന്നെ അവിടുന്ന് കുറച്ച് പണമൊക്കെ അടിച്ചു മാറ്റി ഇങ്ങി പോന്നേക്കണം. ഇപ്പം ആ ദേവയാനി നിന്നെ സപ്പോർട്ട് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോയെങ്കിലും ആ മാല കാണാതെ പോയതിൻ്റെ വിഷമം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഇനി നമ്മളെക്കുറിച്ചുള്ള കൂടുതൽ സത്യങ്ങൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നിന്നെ ആട്ടി ഇറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞും കണ്ടും ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമികയാണെങ്കിലും പറയുന്നുണ്ട്, അത് നേരാ അച്ഛാ, പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് ഞാനും നിങ്ങളും ഒക്കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ പിന്നെ അവിടെ വെച്ചേക്കത്തൊന്നുമില്ല. ആ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും എല്ലാവരും കൂടെ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കും. അന്ന് നവ്യയുടെ കുഞ്ഞ് ചാകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പക്ഷേ വല്യമ്മയല്ല അതെടുത്ത് കുടിച്ചത്. അങ്ങനെ ഒരു അബദ്ധം പറ്റി. അന്ന് അത് ആ നവ്യ തന്നെ കുടിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു ശല്യം ഉണ്ടാവില്ലായിരുന്നു ആ വീട്ടിൽ. വല്യമ്മയുടെ സ്നേഹം മൊത്തം പിടിച്ചു പറ്റുകയും ചെയ്യായിരുന്നു. ഇതിപ്പോൾ വല്യമ്മ എടുത്ത് കുടിച്ച് കരളും പോയി ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുകയും ചെയ്തു. അതിനുശേഷം ആ നയനയാണെങ്കിൽ കരൾ കൊടുക്കുകയും ചെയ്തു. ഇപ്പം നയന ആ കരൾ കൊടുത്തതെന്ന് അറിഞ്ഞപ്പോഴാണ് വല്യമ്മ അവളെ ചേർത്ത് നിർത്താൻ തുടങ്ങിയത്. എല്ലാ സമ്മാനങ്ങളും ഇപ്പം അവൾക്കാണ് കൊടുക്കുന്നത്. ഇപ്പം ആണെങ്കിൽ നയനമോള് പോലും കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർക്ക് അവരുടെ സ്വന്തം മോനും. ആ നയനയൊന്ന് അവരുമായിട്ട് പിണങ്ങി നിൽക്കുകയായിരുന്നെങ്കിൽ അവരുടെ കയ്യിലുള്ളത് മുഴുവൻ എനിക്കങ്ങ് അടിച്ചു മാറ്റാമായിരുന്നു. ഇതിപ്പോൾ എല്ലാം പോയല്ലോ അച്ഛാ. അന്നത്തെ ആ പാലിലെ വിഷം ചേർക്കലാ ഇതിനെല്ലാം കാരണമായത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അനാമിക. ഇത് നമ്മുടെ ദേവയാനി കേൾക്കുന്നുമുണ്ട്. അനാമികയെ കൂട്ടിക്കൊണ്ട് വന്നെങ്കിലും അനാമികയുടെ എല്ലാ പ്രവർത്തികളും ദേവയാനി ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവളൊരു പേരും കള്ളിയാണല്ലോ, ഇക്കാര്യത്തിൽ ഒരു സംശയമില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനിക്കും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ ഫോൺ വിളിക്കുന്നതൊക്കെ നമ്മുടെ ദേവയാനി ഇങ്ങനെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ദേവയാനിയും ഈ സത്യങ്ങൾ മനസ്സിലാക്കുന്നത്, പാലിലെന്ന് വിഷം ചേർത്ത് വെച്ചത് അനാമിക തന്നെയാണെന്നുള്ള കാര്യം. അനാമികയും അനാമികയുടെ അമ്മയും അച്ഛനും ഇവരുടെ എല്ലാം അറിവോട് കൂടി തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ നടന്നെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ദേവയാനിക്കാണെങ്കിലും ആകെ ഷോക്കാവുന്നുണ്ട്. ദേവയാനി ഇനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇനി ഇവളെ ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല, എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ശരിയാകുമെന്ന് ഓർത്തിട്ട് മാത്രമായി ഇവളെ ഇപ്പോൾ കയ്യും കാലും പിടിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷേ ഇപ്പം അതുപോലുമില്ല. ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവളൊറ്റയൊരുത്തി തന്നെയാണ്. ഇപ്പോൾ പാലിൽ വിഷം ചേർത്ത് വെച്ചതും ഇവള് തന്നെയല്ലേ. ഇങ്ങനെ ഒരുത്തി ഈ തറവാട്ടിൽ ജീവിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ ജീവനും കൂടെ ആപത്താണ്. കാരണം നവ്യയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ ഇവൾ ഈ പരിപാടി ചെയ്തത്. പക്ഷെ അത് എടുത്തു കുടിച്ചത് ഞാനായതുകൊണ്ടാണ് അന്ന് ഞാൻ അത്ര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത്. ഇനി ഇവൾ ആരെയൊക്കെ കൊല്ലാൻ വേണമെങ്കിലും ശ്രമിക്കും. എന്തായാലും ഈ സത്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം. ഇവളെ ഇങ്ങനെ ഇവിടെ വെച്ച് വാഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് എങ്ങനെയാ പറയുക? അവൾ പറഞ്ഞത് കേട്ടില്ലേ? പെട്ടെന്ന് അങ്ങനെ അവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. അവളുടെ മനസ്സിലും ചില പ്ലാനുകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് കുറച്ച് പണമൊക്കെ അടിച്ചു മാറ്റണം എന്നുള്ളത്. എന്തായാലും അവൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. നിന്നെ എന്തായാലും ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ലേടി. നിന്റെ ഒരു പ്ലാനും ഇനി ഇവിടെ നടക്കില്ല. കുറച്ചൊന്നും അല്ല നീ നിന്റെ അച്ഛനും അമ്മയും കൂടെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അനി എപ്പോഴും പറയുമായിരുന്നു ഇവൾ മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ളത്. അതിപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അനന്തപുരിയിലെ സ്വത്ത് മുതലും കണ്ടിട്ട് തന്നെയാണ് നീ ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് ഏതാണ്ട് മനസ്സിലായി. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ദേവയാനിയാണെങ്കിലും നയനോട് ചെന്ന് സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നയനമോളെ, ഞാൻ ഇന്നൊരു സത്യം അറിഞ്ഞു. എന്താ അമ്മേ, എന്ത് സത്യം അമ്മ അറിഞ്ഞെന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ട്. ആ അനാമികയില്ലേ, ആ അനാമിക നീ പറഞ്ഞ പോലെ തന്നെ ആളത്ര ശരിയല്ല. അവളും അവളുടെ വീട്ടുകാരും പക്ക ഫ്രോഡാണെന്നുള്ള കാര്യം നീ പറഞ്ഞപ്പം ഞാൻ അതൊക്കെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. തെളിവുകൾ കിട്ടാതെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അവളെ വീണ്ടും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ഇപ്പോഴാണെങ്കിൽ ഞാനൊരു വാർത്ത കേൾക്കുകയും ചെയ്തു. അതെനിക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കി മോളെ എന്നൊക്കെ പറയുകയാണ്.
അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ അവൾ എന്താ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മോളെ, അവളൊരു കൊലപാതകം ചെയ്യാൻ വരെ ശ്രമിച്ചവളാ. അന്ന് ആ പാലിൽ വിഷം ചേർത്ത് വെച്ചത് ഈ അനാമികയും അവളുടെ അമ്മ രേവതിയും കൂടിയാണെന്ന്. അതന്ന് നവ്യനെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ആ ഒരു കാര്യം ചെയ്തു വെച്ചത്. മോള് നവ്യയ്ക്ക് കാച്ചി വെച്ച പാലിലല്ലേ അവൾ വിഷം ചേർത്ത് വെച്ചത്. നവ്യയെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ അവൾ അത് ചെയ്തത്. പക്ഷെ ഞാൻ അത് കുടിക്കുകയും ചെയ്തു. അങ്ങനെയാ മോളെ എൻ്റെ കരളിന് ഡാമേജായി ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടന്നത്. അവൾ അവളുടെ അച്ഛനോട് വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ മോളെ. ഇനിയിപ്പോൾ ഒരു തെളിവും എനിക്ക് ആവശ്യമില്ല. എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവേനി പറയുന്നുണ്ട്. അന്ന് ഞാൻ ആ പാല് കുടിച്ചത് കൊണ്ടാണ് അത്ര നീ കരള് തരേണ്ടി വന്നതും നമ്മൾ തമ്മിൽ ഇത്രയും സ്നേഹത്തിലായതും എന്നൊക്കെയുള്ളത്. അല്ലെങ്കിൽ എന്നെ പറ്റിച്ച് ഇനിയും അവൾക്ക് കുറേ പണം കൂടി ഉണ്ടാക്കാമെന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഞാനിപ്പോൾ മോളെ കൂടുതൽ പരിഗണിക്കുന്നതും മോൾക്ക് ഓരോ സമ്മാനങ്ങൾ തരുന്നത് പോലും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല മോളെ. അവളുടെയും അവളുടെ വീട്ടുകാരുടെയും മനസ്സിലിരിപ്പ് കണ്ടില്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവാന് ചോദിക്കുന്നുണ്ട്. അപ്പം നയനയാണെങ്കിലും പറയുന്നുണ്ട്, അമ്മേ, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മ ഒരു കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണം. ഈ സത്യങ്ങളൊക്കെ ഞാൻ കുറേ നാൾ മുമ്പേ മനസ്സിലാക്കിയതാണ് അമ്മേ. ദേവാന് ചോദിക്കുന്നുണ്ട്, ആഹാ, മോൾക്ക് ഇതൊക്കെ നേരത്തെ മനസ്സിലായായിരുന്നോ? നയന പറയുന്നുണ്ട്, അതെ അമ്മേ, പാലിൽ വിഷം ചേർത്തത് അവളും അവളുടെ അമ്മയും കൂടിയാണെന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണെന്ന് പറയുന്നുണ്ട്. കാരണം അന്ന് അവർ അനന്തപുരിയിലുണ്ടായിരുന്നു. അവരാണ് അന്ന് അത് ചെയ്തെന്നുള്ളത് അറിയുകയും ഞാൻ അവളോട് അത് നേരിട്ട് ചോദിക്കുകയും ചെയ്തതാണ്. ചോദിച്ചപ്പോൾ അവൾ അല്ലെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയൊക്കെ ചെയ്തെങ്കിലും വീണ്ടും അവൾ എന്നെ വെല്ലുവിളിക്കുക ചെയ്തത്. അങ്ങനെ ഞാനാണത് ചെയ്തതെന്ന് തെളിയിക്കാനായിട്ട് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ അവൾ എന്നോട് ചോദിച്ചു. നീ ഇത് ആരോടും ചെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇതിനൊക്കെ എതിരെ തെളിയിക്കാൻ ഒരു തെളിവുമില്ല. ഇപ്പം നീ തന്നെയാണ് ഇവിടുത്തെ കുറ്റക്കാരി. നിന്റെ ചേച്ചിക്ക് കൊടുക്കാനായിട്ട് നീ തന്നെയല്ലേ അവിടെ പാല് തിളപ്പിച്ച് വെച്ചത്. അതിൽ വേറെ ആര് വിഷം ചേർക്കാനാ? നിനക്ക് നിന്റെ അമ്മായിയമ്മയോടുള്ള ദേഷ്യത്തിന് അവർ കൊല്ലാൻ വേണ്ടിയിട്ട് നീ തന്നെ വിഷം ചേർത്താ എന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയൂടി എന്നൊക്കെ ഇങ്ങനെ അനാമിക എന്നോട് പറഞ്ഞതാമേ. പക്ഷെ ഞാനും നന്ദും നവ്യേച്ചിയും ഒക്കെ ഈ വിവരങ്ങൾ അറിയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തതാണ്. അത് അവൾക്കും അറിയാം. ഈ സത്യങ്ങൾ ഞങ്ങൾ ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല. അവൾക്കെതിരെ ഒരു കച്ചിത്തുരുമ്പാട്ടി ഇത് കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ആരോടും പറയാതിരുന്നത്. അപ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ട്, മോൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്താ മോളെ എന്നോട് പറയാതിരുന്നത്? ഇനിയും അനാമിക ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആരുടെയൊക്കെ ജീവിതം അപകടത്തിലാകുമെന്നുള്ളത് നിനക്കറിയാവില്ല മോളെ. അറിയാം അമ്മേ, എനിക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യത്തിലും അവളെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. അവളുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ്. അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ പല കടുങ്കൈകളും ഇവിടെ ചെയ്യും. അനി നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സത്യമാണമ്മേ. അനിക്ക് എന്തായാലും അനാമികയായിട്ട് ഒത്തുപോകാൻ പറ്റിയല്ലമ്മേ. അനിയെ വിവാഹം കഴിച്ചിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ഈ അനന്തപുരിയിലെ സ്വത്തുക്കളെ മാത്രം ലക്ഷ്യമിട്ടിട്ടാണ്. പല ആണുങ്ങളുമായിട്ട് പല ചുറ്റിക്കളികളും ഉണ്ടമ്മേ. ദാമ്പത്യ ജീവിതം അവളും ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും അല്ലമ്മേ. പിന്നെ അവൾക്ക് പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അവളുടെ വഴിവിട്ട ബന്ധമൊക്കെ അവളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാം. ആദർശേട്ടനാണെങ്കിലും അവളുടെ അച്ഛനോട് സംസാരിച്ചതാണ് ഇതേക്കുറിച്ചൊക്കെ. അവരും അവളുടെ ഈ പ്രവൃത്തിയൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പണം വാങ്ങി വേണം അവർക്ക് മുങ്ങാൻ. അത്രയേ ഉള്ളൂ അവരുടെ കാര്യങ്ങളൊക്കെ. നന്ദു എസ് ഐ ആയതിനു ശേഷം പല കേസുകളും വേണുവിനെക്കുറിച്ചുള്ളത് അന്വേഷിച്ചു. അപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത്. അവളുടെ അച്ഛനുണ്ടല്ലോ ഒരു തട്ടിപ്പ് വീരനാണമ്മേ. പലരോടും പലിശയ്ക്ക് ഇഷ്ടംപോലെ പണം മേടിച്ചിട്ടുണ്ടമ്മേ. അതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും ചെയ്തിട്ടുണ്ട്. ഒരുപാട് കേസുകളും ഉണ്ട് അവരുടെ പേരിൽ. അതൊക്കെ നന്ദു ഓരോന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളായിട്ട് ഇനി അനിയുടെ ജീവിതം തകർക്കുന്നത്? നമ്മളിതൊക്കെ കൂടെ പറയുമ്പോഴേക്കും അവർ തമ്മിൽ പിരിയാൻ ഇത് ഒരു കാരണമാകുമല്ലോ എന്നും കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സത്യങ്ങളെല്ലാം മൂടിമറച്ച് മിണ്ടാതിരുന്നതെന്നൊക്കെ പറയുകയാണ് നയന. അപ്പോൾ ദേവേനയാണെങ്കിലും പറയുന്നുണ്ട്, ഇതെന്തായാലും അച്ഛനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇത്രയും വലിയൊരു തെറ്റ് അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം എല്ലാവരും അറിയണം. എല്ലാവരും മാത്രമല്ല, ഇതിൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കുക തന്നെ ചെയ്യണം. കേസ് കൊടുത്തിട്ട് അത് തെളിയട്ടെ. പാലിൽ വിഷം കലർത്തിയത് ഇവളാണെന്ന് തെളിയുമ്പോൾ ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമല്ലോ. ഇവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഇത് നോക്ക് മോളെ. ഇനി അവൾക്കെതിരെ ഒരു കേസ് കൊടുക്കണം. എൻ്റെ ജീവനാണ് അപകടത്തിൽ പെടാൻ പോയത്. ഇങ്ങനെ ഒരു ചതി ചെയ്ത ഒരുത്തി ഈ അനന്തപുരിയിൽ വേണ്ട ഇനി എന്നൊക്കെ ഇങ്ങനെ ദേവാനി പറയുന്നുണ്ട്. അതിനുശേഷം ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ അച്ഛനോടൊന്ന് പറയട്ടെ മോളേന്ന്. അങ്ങനെ ദേവയാനി മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എല്ലാവരും ഉള്ളപ്പോൾ വേണം എനിക്ക് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാനെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനി, എല്ലാവരെയും ഇപ്പം തന്നെ ഹോളിലേക്ക് വിളിക്കണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹോളിലേക്ക് വരികയാണ് കേട്ടോ. എല്ലാവരും വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അനാമികയും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ദേവയാനിയാണെങ്കിലും ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, ഇതൊന്ന് കേട്ട് നോക്കും മുത്തശ്ശ. ഇതൊക്കെ അനാമികയുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതൊക്കെ അവർ വേണമെങ്കിൽ ആക്കി തീർക്കും. അതുകൊണ്ട് ഞാനിത് റെക്കോർഡ് ചെയ്തതേ ഉള്ളൂ. ഇതൊക്കെ അച്ഛനൊന്ന് കേട്ട് നോക്ക്, കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പം മുത്തശ്ശനാണെങ്കിലും കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട്. ദേവയാനാണെങ്കിലും പറയുന്നുണ്ട്, ഇത് മാത്രമല്ല അച്ഛാ, ഇതുപോലത്തെ കുറേ കേസുകളുണ്ട്. ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒന്നും അത്ര നല്ലവരല്ല. ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടാണ് അവൾ ഈ അനന്തപുരിയിൽ കൊച്ചമ്മ ചമഞ്ഞും കൂടി ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ ദേവയാനി. ഇവക്ക് ഞാനന്ന് സമ്മാനമായിട്ട് കൊടുത്ത ആ മാല ഇവള് തന്നെയാണ് എടുത്ത് ഇവളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു വിട്ടത്. എന്നിട്ട് ആ പഴി മൊത്തം നയനയും നയനയുടെ വീട്ടുകാരുടെ മേലിലാണ് ഇവൾ ഇട്ടത്. ഇവൾക്ക് നമ്മൾ കൊടുത്ത സ്വർണ്ണം ഒന്നും ഇവളുടെ കയ്യിൽ കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം അവൾ വിറ്റ് തിന്നെന്നാ തോന്നുന്നത്. ഇവർ പറയുന്ന കാര്യങ്ങളിലെല്ലാം എന്തൊക്കെയോ പന്തികേടുകളുണ്ട് അച്ഛാ. എല്ലാം കള്ളത്തരങ്ങളാണ് കാണിക്കുന്നത്. അന്ന് ആ നെക്ലേസ് മോഷണം പോയപ്പോൾ തന്നെ എന്തെല്ലാം പുകിലുകളാണ് ഇവിടെ ഉണ്ടായത്. മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയല്ലായിരുന്നോ ഇവളും ഇവളുടെ അച്ഛനും അമ്മയൊക്കെ കൂടി. അത് മാത്രമല്ല, ഇത് കൂടാതെ പല പ്രശ്നങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ കൊണ്ട് ഒരു പ്രോപ്പർട്ടി കാണിച്ചു തന്നു. അത് ഇവരുടെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടേ കാണിച്ചത്. പക്ഷെ അത് മറ്റാരുടെയോ പ്രോപ്പർട്ടി ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു കാറ് കൊടുത്തു വിട്ടിരുന്നല്ലോ, അത് എവിടെയാണെന്ന് അച്ഛൻ ഇവളോട് തന്നെ ചോദിച്ചു നോക്ക്. അതും നമ്മളെ പറ്റിക്കുകയായിരുന്നു അച്ഛാ. അപ്പം മുത്തച്ഛനാണെങ്കിലും ചോദിക്കുന്നുണ്ട്, അനാമികയെ ഇതൊക്കെ സത്യമാണോ മോളെ? ആരുടെയും പണവും കാറും പ്രോപ്പർട്ടിയും ഒന്നും തന്നെ ഇവിടെ വേണ്ട. അതുപോലെ ഒന്നോ രണ്ടോ പ്രോപ്പർട്ടി വാങ്ങിച്ച് അവിടെ നല്ലൊരു വീട് വെച്ച് തരാനുള്ള ആസ്തിയൊക്കെ ഇന്ന് അനന്തപുരി തറവാടിനുണ്ട്. അതുകൊണ്ട് അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. അങ്ങനെയുള്ളപ്പം അതൊന്നും കാണിച്ച് ഞങ്ങളെ പറ്റിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. പിന്നെ ഇപ്പം ഈ വീഡിയോ കണ്ട കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. പാലിൽ വിഷം ചേർത്തത് നീ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അനാമിക ഒന്നും മിണ്ടുന്നില്ല. അപ്പം വീണ്ടും ചോദിക്കുന്നുണ്ട്, പാലിൽ വിഷം ചേർത്തതും നീയും നിന്റെ അച്ഛനും അമ്മയൊക്കെ കൂടെ തന്നെയാണല്ലേ? അന്ന് നവ്യേനെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെ അച്ഛാ, നവ്യയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവൾ പാലിൽ വിഷം ചേർത്തത്. പക്ഷേ അന്ന് ആ പാലെടുത്ത് കുടിച്ചത് ഞാനായിരുന്നു. നയനമോളാണ് ആ പാല് നവ്യയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിരുന്നത്. നയന എന്നെ കൊല്ലാനായിട്ട് മനഃപൂർവ്വം പാലിൽ വിഷം കലർത്തിയതാണെന്ന് ഇവൾ വരുത്തി തീർക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിലും അനാമികയോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത്രയധികം ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ട് ഇനിയും നീ അനന്തപുരിയിൽ സുഖമായിട്ട് വാഴാൻ ഓർക്കണ്ട. എന്തായാലും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉറപ്പായിട്ടും ഉണ്ടാകും മോളെ. നീ കാണിച്ചു കൂട്ടിയ എല്ലാ കള്ളത്തരങ്ങൾക്കും തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ എത്രയും പെട്ടെന്ന് പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും ദുഷ്ടത്തരങ്ങളാണോ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും നിന്റെയും മനസ്സിലൊക്കെ ഉള്ളത്? ഇതിനെതിരെ ദേവയാനി കേസ് കൊടുത്താലും ഇല്ലെങ്കിലും ഈ അനന്തപുരി തറവാട്ടിൽ ഇനി ഒരു നിമിഷം പോലും അനാമിക നിൽക്കാൻ പാടില്ല. നീ നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പൊക്കോണം. ഇനി ഇവിടെ ആരും ജീവൻ വെച്ചൊരു പരീക്ഷണത്തിന് തയ്യാറല്ല. ഇനി നീ ആരെയൊക്കെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. ഇനി അനന്തപുരി തറവാട്ടിൽ നിന്നെ കാണരുത്. ഇനി അനിമോന്റെ ജീവിതത്തിലും നീ വേണ്ട എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ തീർത്ത് പറയുന്നുണ്ട്. അങ്ങനെ അനാമികയെ മുത്തശ്ശൻ തന്നെ തറവാട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് കേട്ടോ. അങ്ങനെ ഈ കള്ളത്തരങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയ അനാമികയെ മുത്തശ്ശൻ തന്നെ തറവാട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.